ഹാഫ് അവർ റൈഡിന് ശേഷം എന്താ ഞങ്ങൾ ആൻറ്റീൻ്റെ വീട്ടിലെത്തി. ആൻറ്റീൻ്റെ അല്ല ഏട്ടൻ്റെ വീട്. ആൻറ്റീനെയും ഏട്ടനെയൊക്കെ അമ്മ കാണിച്ചു തരും. ഒരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ അവിടെ. കുഞ്ഞിതല്ല, അത്യാവശ്യം ഉണ്ട്. UKG പഠിക്കുന്നു. അമ്മ അവരൊക്കെ പരിചയപ്പെടുത്തി തരും. ഹലോ, അപ്പോൾ ഇത് ബാക്ക് ക്യാമറ ഇതാണ് കാവ്യ, അങ്കിളിൻ്റെ പേരക്കുട്ടി. ഞാൻ അങ്കിള് റെയിൽവേയിലായിരുന്നു. അങ്കിള് റിട്ടയർ ആയിട്ടുണ്ട്. അങ്കിളിൻ്റെ പേരക്കുട്ടിയാണിത്. എന്നുവെച്ചാൽ ചെറിയ മകൻ്റെ മോള്. ഇവരൊക്കെ സാംഗ്ലിയിലാണ് സെറ്റിൽഡായിട്ടുള്ളത്. ഇതാണ് വീട്. അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, പിന്നെ കിച്ചണാണ്. ഇതാണ് ആൻറ്റി, ഇതാണ് ഏട്ടൻ. ഇതൊരു ബെഡ്റൂമാണ്. ഞാൻ വരുന്നു. ഇത് ഇവരുടെ പൂജാ സ്ഥലം. ഇവരൊരു എന്താ ബ്രാഹ്മിൺ സമുദായത്തിൽ പെട്ടതാണ്. ഇവരെ പൂജിക്കുന്നതാണ്. ഈ കോനെ गजानन महाराज महाराष्ट्र के संत है। बाहर मैंने पक्का रखा है ना। हाँ, अभी फ्रंट कैमरा है, 3 बार दबाओ जो बैक हो जाएगा। 6-7 घंटा दादाजी उसको तब बीमार हो गया, जाओ हॉस्पिटल लेके जाओ, ऑटो बनाओ, कार में लेके जाओ। पेट का बीमारी खत्म हो जाए। ड्राइवर बोला मेरे पास 10 रुपये दे, वहाँ करीब 2 इंच का पाइप भर के पानी पेट के मूली से उठा 10 लीटर। ഓതന്റിക് ആയിട്ടുള്ള മഹാരാഷ്ട്രൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ച്. ഇത് ഭാത്താണ്, ഇത് റൈസ്, ഇത് കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യുണ്ട്, പിന്നെ കുറച്ച് ഉപ്പുണ്ട്, പിന്നെ റൊട്ടിയും കൂടി വരാനുണ്ട്. ചെറുതിരിക്കണു, ദേ അമ്മ ഇരിക്കണു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. चावल पे डालना है क्या? खीर? हाँ डाल। हाँ कैसा खाता है अभी? मुझे वीडियो करना है, मुझे कैमरा दो। तुम दिखाओ क्या तुम्हारा वीडियो बन रहा है अभी। छोटी है ना अभी। तुम दिखाओ कैसे खाते हैं। दिखाओ कैसे खाता है वो। कैसे पहले दिखाओ। काव्य दिखा रहे हैं हमको कैसे खाना है। हो गया अभी। उसके बाद क्या करना है? नमक डालना है। ये क्या डालो डालो। ये दाल अक्खा मसूर, अक्खा मसूर, होशियार। मसूर दाल हो गया। और मिक्स करना है। येलो कलर में जो मिलता है वही। मिक्स करना है। हाँ थोड़ा ब्राउनिश। हाँ। ककड़ी ले लो। अभी बाकी भैया दिखा रहे हैं मिक्स करके। ये डालो। अच्छा मिक्स करो और आपके स्टाइल से फिर हाँ खा लेना। हो गया। तो बाद में बात नहीं कर सकते। नहीं चाहिए। സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ വേറൊരു സാധനം വന്നു. ഉരുളക്കിഴങ്ങും പിന്നെ ബ്രിഞ്ചാളും ഉള്ള പപ്പടം വന്നായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അപ്പളാണ്, അപ്പളം. ചെറുത് നല്ല കഴിക്കല്ല, നല്ല ഡീറ്റെയിൽ ആയിട്ട്. വെറുതെ കുഴച്ചിരിക്കും. ഇപ്പോൾ ഒരു ചപ്പാത്തിയും കറിയും വന്നു, സൂപ്പറായിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ? ശ്രീകണ്ഠോ? ശ്രീകണ്ഠ് ഒന്ന്, ശ്രീകണ്ഠ്. चपाती के साथ, चपाती के साथ ആ ഈ സാധനം നമ്മളില്ലേ ചപ്പാത്തീൻ്റെ ഒപ്പം കഴിക്കാമെന്ന് ഈ മധുരമുള്ളത് കഴിച്ചോട്ടാണ്ട്. കൊള്ളാം, സൂപ്പറാണ്. ഒക്കെ അടിപൊളി കേട്ടോ, വെറൈറ്റി ടേസ്റ്റ്. ടോട്ടൽ ഓതന്റിക് മഹാരാഷ്ട്ര ലഞ്ചാണ്. ഹലോ ഗായ്സ്,
അപ്പോൾ ഞങ്ങൾ സരസ് ഭാഗ് എത്തി. പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ ഇവിടുത്തെ ഞങ്ങൾ കുറേ തപ്പി. ഇത് നമ്മൾ സരസ്ബാഗ് പറഞ്ഞൊരു പാർക്ക് ഏരിയയാണ്. ഇവിടെ ഒരു മേള നടക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഗണപതിൻ്റെ ഒരു അമ്പലം ഉണ്ട്. അവിടേക്കാണ് ഞാൻ ആദ്യം പോണത്. ഇത് കണ്ടോ, ഇവിടെ ഈ ഭാഗത്ത് ഫുഡ് സ്ട്രീറ്റ് പോലെയുള്ള സ്ഥലമാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഞാൻ, കുഞ്ഞൻ, അച്ഛൻ, അമ്മ, പിന്നെ സോനുബയ്യൻ്റെ വൈഫ് ശ്രേയ ബാബി, പിന്നെ കുൽക്കർണി ആൻറ്റി, അവരുടെ പേരക്കുട്ടി നേരത്തെ നമ്മൾ പരിചയപ്പെട്ടില്ലേ, അവളുണ്ട്. നടന്ന് ഇതാ ഞങ്ങൾ സിദ്ധിവിനായക് മന്ദിറിൻ്റെ അടുത്തെത്തി. ഇത് ലേക്കിന് നടുവിലുള്ളൊരു ഗണപതിൻ്റെ ടെമ്പിളാണ്. സോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷൻ ഈ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഇറങ്ങിയതാ. സോ ഗൈസ് ഇരുട്ടായി. ഇതപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സ്ഥലമല്ലേ, ഇത് പണ്ടൊരു താലാബായിരുന്നു. പിന്നെ അത് അവർ മാറ്റി ഇതിൻ്റെ അടുത്തൊരു ഗാർഡൻ ആക്കിയെന്നാണ് പറഞ്ഞേട്ടെ. ലേക്കിൻ്റെ സെൻട്രലായിട്ടായിരുന്നു ഈ ഗണപതിൻ്റെ മന്ദിരം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് കുറച്ച് വെള്ളമുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പോൾ അത്യാവശ്യം വെളിച്ചമൊക്കെ വന്നു. അവിടെ എന്താ ഒരു വ്യൂ പോയിൻ്റ് പോലെ ഒരു സെറ്റപ്പ്, അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ആ മുകളിൽ. അതിൻ്റെ ഓപ്പോസിറ്റ് നേരെ അമ്പലം കാണുന്നത്. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വരാം. അവിടെ ഒരു പാലുണ്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് അമ്പലം. ഇത് ലേക്കിൻ്റെ കൃത്യം സെൻട്രലായിട്ടാണ് വരുന്നത്. ദീപാവലി സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ടാകുന്നു. രസമായിട്ട് കാണിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ അവിടെയൊക്കെ അമ്പലത്തിൽ ഫോട്ടോഗ്രാഫി പാടില്ല, പക്ഷേ ഇവിടെ അവരെ ടാഗ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പേജൊക്കെ ഇതുണ്ട്. ഇവിടുത്തെ പരിപാടിയാണ്. ഇതാ അമർത്തിയിട്ട് ഉള്ളിൽ കയറും. അതാണ് ഗണപതിൻ്റെ. അത്ര സിറ്റീൻ്റെ ട്രാഫിക്കിൻ്റെ ഇടയിൽ വന്നാലും ഇവിടെ ഇങ്ങനത്തെ സ്ഥലം ഉണ്ട് നമ്മൾ തീരെ പ്രതീക്ഷിക്കില്ല കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. വലിയ റഷും ഇല്ല, ഒരു ക്വയറ്റ് ആംബിയൻസ്. അങ്ങനെ പൂജയ്ക്ക് ഉള്ള സ്ഥലമൊക്കെ ആണ് കേട്ടോ. പിന്നെ നമ്മൾ റൂംസൊക്കെ ഉണ്ട് തോന്നുന്നു. കുറച്ച് അങ്ങനെയൊക്കെ കാണാം. പിന്നെ അതാ അവിടെ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അമ്പലം തന്നെ ഇത്. ലൈക്ക് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. क्या है वहाँ पे? महालक्ष्मी मंदिर है वहाँ पे, हाँ लक्ष्मी माता का। ओके। यही से चल के जाते हैं रोड पर। आप कहाँ से हो बॉस? आप कहाँ से हो? केरला से हूँ। यहाँ पे क्या कैसा लगा आपको? अच्छा है बहुत, लेकिन बहुत भीड़ है रोड पे। हाँ तो तुम्हारे केरला में नहीं क्या? हाँ केरला पे तो होता है लेकिन उतना नहीं होता. അപ്പോൾ ഗൈസ് ഗണപതിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിനെ കാണാൻ പോവുകയാണ് ഞങ്ങൾ. ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. ഇതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഞാൻ നേരത്തെ ഒരു വ്യൂ പോയിൻ്റാന്ന് പറഞ്ഞില്ലേ, അത് വ്യൂ പോയിൻ്റ് അല്ലായിരുന്നു. ഈ ലക്ഷ്മി മന്ദിർക്ക് പോകാനുള്ള വഴിയായിരുന്നു. അത് റോഡിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് ആ കാണുന്ന ആ വാക്ക് വേ, അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് പോകണം. ഇതിപ്പോൾ ഇവിടെ എത്തിയ റോഡ് എത്തി. നമ്മളിതാ ഇതിൻ്റെ മുകളിലേക്ക് കൂടെ കയറിയിട്ട് റോഡ് ക്രോസ് ചെയ്യാം. അതാണ് ഇപ്പോൾ പോയ ഗണേഷ് മന്ദിർ. ഓ ഗായ്സ്, ഇതിൻ്റെ മുകളിൽ നല്ല വ്യൂ ആട്ടോ. ആണോ? ഇവിടെ ഫുള്ള് പച്ചപ്പ് വെച്ചിട്ടുണ്ട്. വീക്കെൻഡ്സിലൊക്കെ നല്ല തിരക്കുണ്ടാവുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഗണേശ ചതുർത്ഥീൻ്റെ അന്നൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ അതൊരു അമ്പലം തന്നെയാണ്. ഇതാ ലക്ഷ്മീൻ്റെ അമ്പലം കേട്ടോ. ഇവിടെ എന്തോ ആരതി നടന്നുകൊണ്ടിരിക്കുക.
കൊള്ളാം അല്ലേ മോൾ ഭാഗം ഡിസൈൻ. ഇതൊക്കെ നവരാത്രിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കട്ടോ ഗൈസ്. കൊള്ളാം, നല്ല ചന്താക്കിയിട്ടുണ്ട്. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ താഴെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, നവരാത്രി എന്തൊക്കെ ഒരു സെറ്റൊക്കെ ഉണ്ടാവും. ഞങ്ങൾ വന്നത് ഇപ്പോൾ നവരാത്രി ടൈമിലാണല്ലോ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അടുത്ത ആഴ്ച 2 ദിവസത്തിൻ്റെ ഉള്ള. ഇതിവിടെ ലക്ഷ്മി മന്ദിരത്തെ പ്രസാദമാണ്. ഒരു ചെറിയൊരു സ്വീറ്റും അരി വെച്ചിട്ട് അരിയാണ്. അരി ഇതെടുത്തായിരുന്നു. പൂനത്തെ ട്രാഫിക് ഒരു രക്ഷയില്ല. ഇതാണ്ടോ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്നാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടികൾ തന്നെ, വൻ ട്രാഫിക്. അതാണ് ഗൈസ് നമ്മൾ നേരത്തെ പോയ അമ്പലം, ലക്ഷ്മീൻ്റെ നവരാത്രിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ. അതുണ്ടോ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ, ഇതൊക്കെ നവരാത്രിക്ക് വേണ്ടിയിട്ടാണ്. ആണോ ഇനി വീണ്ടും ആ ഗണേഷ് മന്ദിറിൻ്റെ അത് കൂടെ പുറത്തോട്ട് വണ്ടി പാർക്ക് ചെയ്തത് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ടേ നടക്കുക. ഇതാണ് ആ ഗണേഷ് മന്ദിറിൻ്റെ എൻട്രൻസ്. ഇതാ ഞാൻ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴത്തുനിന്ന് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞില്ല, ആ സാധനം. അപ്പോൾ ഗണപതിൻ്റെയും ലക്ഷ്മീൻ്റെയും അമ്പലമൊക്കെ കഴിഞ്ഞതാ തിരിച്ച് ആ പാർക്കിൻ്റെ പുറത്തു കൂടെ നടക്കുക കേട്ടോ. ഈ പാർക്ക് നല്ല വൈബാണ്, വലിയ തിരക്കുമില്ല, നല്ല കാമായിട്ട് നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഗൈസ് ഗോഡേൻ്റെ മുകളിൽ കയറണം പറഞ്ഞ അവസാനം കാവ്യൻ്റെ മണ്ടയിലെത്തി. ഗൈസ് നമ്മ ബേൽപൂരി പറഞ്ഞിട്ട് അവസാനം ഒരു ബേൽപൂരി കടേൻ്റെ മുമ്പിലെത്തി. ഹാപ്പി ആയോ ബേൽപൂരി കിട്ടിയിട്ട്? കിട്ടണ മോനെ കുഞ്ഞിന്റെ പാവത അവിടെ അപ്പുറത്ത്, വേണമെങ്കിൽ പോയി കഴിച്ചോ. അച്ഛാ ഒത്തിരി പാർസലാണ് ഇവിടുന്ന് പോകുന്നത് കൽപ്പന ബേലിന്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മന് കുറച്ച് പുളിപ്പ് കൂടുതലാണ് പറഞ്ഞിട്ടുണ്ട്. ഗൈസ് നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ബേൽപൂരി അല്ല മസാലപൂരി അല്ല ഇവിടുത്തെ മസാലപൂരി. ഒറിജിനൽ മസാലപൂരി പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മുടെ അവിടെ മസാല നല്ലോണം ഒഴിച്ചിട്ടൊക്കെ. ഇപ്പോൾ പൂനെയിൽ ഫേമസ് ആയുള്ളൊരു ഗണേഷ് ടെമ്പിൾ കാണാൻ വേണ്ടി പോവാം. ഇപ്പോൾ എന്താ പേര്? ബെഹ്റു സൈറ്റ് പറഞ്ഞിട്ട്. സോ ഇപ്പം നമ്മൾ വന്ന വഴിയുണ്ടോ, ഇത് ഫുള്ള് ബുക്കിൻ്റെ സ്റ്റോറാണ്. 4 പേരും ബുക്കിൻ്റെ കടയാണുള്ളത്. ബെഹ്റു സൈറ്റ് അതാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ബയ്യ വന്നില്ല. ബയ്യ കാറ് തന്നെ ഇരുന്നു, ഞങ്ങളിങ്ങ് പോന്നു. അങ്ങനെ ആ ഗണപതീൻ്റെ അമ്പലം ഇതുണ്ടോ, ഇതാണ് ആ ഗണപതീൻ്റെ അമ്പലം. ഓ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. ശരിക്കും റോഡ് സൈഡിലുള്ള അമ്പലം കേട്ടോ, ജസ്റ്റ് റോഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള. അതിൻ്റെ ഉള്ളിൽ എന്താ ഭജന എന്താ നടക്കുന്നുണ്ട്. ഇതിൻ്റെ കണ്ണട ഉണ്ടോ, ഭയങ്കര ആർട്ട് വർക്ക്സാണ്. റോഡ് സൈഡിലായതുകൊണ്ട് തീരെ സൗണ്ടും കേൾക്കുന്നില്ല, ഭയങ്കര സൗണ്ടും ഉണ്ട്. മുന്നോട്ട് കാണുമോ? ആ അതെ. വലിയ ഗണപതിൻ്റെ ബാക്കിൽ ചെറിയ ഗണപതി ഉണ്ട്. ഇത് വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം. നേരത്തെ വീഡിയോ എടുക്കാൻ പാടാത്ത സ്ഥലമായിരുന്നു. ഇപ്പോൾ ഏതോ സ്ട്രീറ്റിലേക്ക് സ്ട്രീറ്റ്സിലെത്തിയേ ദീദിയാണ് ഞങ്ങളെ കൊണ്ടുപോകണം. ഞങ്ങളുടെ കയ്യിൽ ദീദി വരുന്നു. എല്ലാ ഷോർട്ട് കട്ട്സും കൂടി ഇതും. അമ്മു ബാബി എന്ന് വിളിക്കാം. ഞാൻ ദീദി എന്ന് വിളിച്ചത്. അപ്പം ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഇതാ കഴിക്കാൻ വന്നയാ. അപ്പോൾ കഴിക്കാൻ വന്ന അതിഥി പറഞ്ഞൊരു ഹോട്ടലിലാണ്. ക്ഷീണിച്ചു, അത്യാവശ്യം നല്ലോണം വട്ടം കറങ്ങിയിരുന്നു എന്ന്. അപ്പോൾ കഴിക്കാൻ വന്ന സ്ഥലമേ മൊത്തത്തിൽ ഫുഡ് സ്ട്രീറ്റാണ്. ഇവിടുന്ന് അതുവരെ ഉണ്ട്. പാർക്കിംഗ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങളിപ്പോൾ വന്ന ഹോട്ടൽ വാലറ്റ് ഉണ്ടായതുകൊണ്ട് വാലറ്റ് പാർക്കിംഗ് കൊടുത്തു. സോ അതുവരെ ഉണ്ട്.
ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നപ്പോൾ തന്നെ രാധയും കൃഷ്ണനുടെ പരിപാടി. സോ ഗൈസ്, ഇന്നത്തെ ഫുൾ കറക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി. അതിഥി എങ്ങനെയുണ്ടായിരുന്നു ആഫ്റ്റർ ഈവനിങ് ട്രിപ്പ്? ഇന്ന് ഫുൾ ഞങ്ങൾ ടൈം നല്ല യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എത്രകാലം അമ്പലങ്ങൾക്ക് പോയതെന്നറിയോ? ഫുൾ ഗണപതിൻ്റെ അമ്പലങ്ങൾ, ലക്ഷ്മീൻ്റെ ഒരു അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ഏറ്റവും വലിയ ഗണപതിൻ്റെ മൂർത്തിയുള്ള അമ്പലത്തിലാണ് പോയത് ഞങ്ങൾ. ആ ഗണപതിയുടെ തലേൻ്റെ മുകളിൽ ഗോൾഡാണ്, പക്ഷെ അവിടുന്ന് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അവർ. വീഡിയോ റെക്കോർഡിങ് പ്രൊഹിബിറ്റഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടുന്ന് അടുത്തുള്ള ശിവൻ്റെ ഒരു സംഭവം, അതിൻ്റെ 2 ഫോട്ടോ. അവിടുന്ന് അമ്മ ഒരു ഫോട്ടോ എടുത്തു വരും. അത് കുറച്ച് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ ഫുഡിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് അതിഥി പറഞ്ഞിട്ടൊരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഒന്ന് കണ്ടിട്ട് ഭയങ്കര നല്ല ആംബിയൻസ്. കണ്ടു ചെറുതിരിക്കുന്നത് ബയ്യതാ അവിടുന്ന് വരുന്നു. സ്റ്റാർട്ടറായിട്ട് മസാല പപ്പട് വന്നു, വെജ് പ്ലാറ്റർ വന്നു, മീങ്കോസ് വന്നു, ബട്ടർ തന്തൂരി, ഇത് ആലു മട്ടർ, പിന്നെ കുറച്ച് അച്ചാറും കുറച്ച് പനീർ ബട്ടർ മസാല. കൊള്ളാം.